VT ബലറാമുമായി ബന്ധപ്പെട്ട് വീണ്ടും പുതിയൊരു തലവേദന വന്നിരിക്കുകയാണ്. നമുക്കറിയാം ബീഹാറുമായി ബന്ധപ്പെട്ട് ബീഹാറിനെ BD-യുമായി താരതമ്യം ചെയ്തതിന് പിന്നാലെയാണ് അദ്ദേഹത്തെ ഇപ്പോൾ ചുമതലയിൽ നിന്നും മാറ്റിയിരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ് ചുമതല ഒഴിഞ്ഞതെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് പണ്ട് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിരുന്നല്ലോ, ഞാൻ രാജിവെച്ചതല്ല അല്ലെ, എന്നെ പുറത്താക്കിയതല്ല, ഞാൻ രാജിവെച്ചത്. അങ്ങനെ ഇപ്പോൾ അത് കോൺഗ്രസിന്റെ സ്ഥിരം സ്വഭാവമാണ്. നേതാക്കൾ നമുക്കറിയാം, ഈ VT ബൽറാം പണ്ട് ഹൈന്ദവ അധിക്ഷേപം ചൂണ്ടിക്കാണിച്ച് പ്രസംഗിച്ച ദേവസ്വം ബോർഡിന്റെ വരുമാനം സർക്കാരുകൾ മാറി വരുന്ന സർക്കാരുകൾ കൈയിട്ട് വാരിയതിനെ ചോദ്യം ചെയ്ത ഹിന്ദു ഐക്യവേദിയുടെ നേതാവ്, അധ്യാപിക കൂടിയായ ശശികല ടീച്ചറിനെ എങ്ങനെയാണ് ഈ VT ബൽറാം അധിക്ഷേപിച്ചത്, അപമാനിച്ചത്, അവഹേളിച്ചത് എന്നൊക്കെ നമുക്കറിയാം. ശശികല എന്നുള്ള പേരിൽ ശശി വെട്ടിക്കളഞ്ഞിട്ട് വിഷ ചേർത്തിട്ട് വിഷകല എന്ന് പറഞ്ഞാണ് ഈ കോൺഗ്രസ് നേതാക്കളെ, യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ എല്ലാം ഫോണുകൾ KPCC പിടിച്ചു വാങ്ങണം അടിയന്തരമായി തന്നെ. അതെ, കാരണം പണ്ട് AKG അപമാനിച്ചതിന് ഫലമായാണ് ആ തൃത്താല നഷ്ടമായത്. അതെ, അല്ല അത് മാത്രമല്ല, അന്ന് ഈ വിഷകല എന്ന് പറഞ്ഞ് അപമാനിച്ചു ഒരു സ്ത്രീയാണെന്നുള്ള പരിഗണനയെങ്കിലും വേണ്ടി. അവർ തെറ്റായ ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. അവർ കണക്കുകൾ ചൂണ്ടിക്കാട്ടി പ്രസംഗിച്ചു. ഹിന്ദുക്കൾ നേരിടുന്ന അവഗണനയും അവഹേളനവും പരിഹാസവും അവർക്ക് നേരെയുള്ള ദുഷ്ചെയ്തികളും ചൂണ്ടിക്കാണിച്ച് ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് പിന്നെ അങ്ങനെയല്ലാതെ എങ്ങനെ സംസാരിക്കണമെന്നാണ് VT ബൽറാം പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് VT ബൽറാം. VT ബൽറാം വലിയ ചിന്തകനും പണ്ഡിതനും എന്താ പറയുക, യൂത്ത് കോൺഗ്രസിന്റെ തീപ്പൊരി നേതാവും ഒക്കെയാണ്, നിരീശ്വരവാദിയാണ്, യുക്തിവാദിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. നമുക്കറിയാം ഈ യുക്തിവാദം. രാഹുൽ ബ്രിഗേഡ് മാത്രമല്ല, ഹരിത MLA VD സതീശൻ, TN പ്രതാപൻ തുടങ്ങിയ ആ ശ്രേണിയിൽപ്പെടുന്ന ഒരാൾ കൂടിയാണ് ഈ VT ബൽറാം. ആ VT ബൽറാം ഈ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ എപ്പോഴും പറഞ്ഞാൽ അത് ശരിയാവില്ല. ചിലപ്പോൾ ചെകിടടിച്ച് അടി കിട്ടും. അങ്ങനെ ഒരു അനുഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസിന് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇദ്ദേഹം ഈ പറഞ്ഞതുപോലെ BD-യും ബീഹാറും തുടങ്ങുന്നത് B-യിലാണെന്നും പറഞ്ഞ് പുകയില ഉൽപ്പന്നങ്ങൾക്ക് GST നിരക്ക് കുറച്ചതിനെ കുറിച്ചാണ് ആക്ഷേപിച്ച് പോസ്റ്റ് ഇട്ടത്. ഇത് BJP സംസ്ഥാന ഘടകം വളരെ കൃത്യമായിട്ട് കേന്ദ്ര നേതൃത്വത്തിൻ്റെ കയ്യിൽ എത്തിക്കുകയും അവരതിനെ രാജ്യം മുഴുവനും വിശിഷ്യ ബീഹാറിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. അത് കോൺഗ്രസിന് വലിയ നാണക്കേടായി. ഈ ബീഹാറികളുടെ സ്വത്വത്തെ, അതങ്ങനെയാണ്, ഈ ബീഹാർ, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര ഈ തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ അവരുടെ ആ ഒരു സ്വത്വത്തെ ചോദ്യം ചെയ്താൽ അവർക്കൊരു ആ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട അവരുടെ ഭാഷ, അതിപ്പോൾ തമിഴ്നാട്ടിലുണ്ടല്ലോ, തമിഴ് ഭാഷയെ ചോദ്യം ചെയ്ത് നമ്മളെ ഒരു തമിഴനെ വിളിച്ച് എന്തെങ്കിലും 4 തെറി പറഞ്ഞ് അവനൊരു അടി കൊടുത്താൽ അവൻ ചിലപ്പോൾ അതും കൊണ്ടുകൊണ്ട് കവിളും തടവി അങ്ങ് പോയെന്നിരിക്കും. പക്ഷെ തമിഴ് ഭാഷയെക്കുറിച്ച് മോശമായിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കിയേ, അവൻ നമ്മളെ ആക്രമിക്കും. അതാണ് അവൻ്റെ ഭാഷാസ്നേഹം, അവൻ്റെ ഭാഷയോടുള്ള വികാരം അതാണ്, അവൻ്റെ തമിഴ് പാരമ്പര്യത്തോടുള്ള വികാരം അതാണ്. അത് മറാഠിക്കുണ്ട്, അത് ബീഹാറിക്കുണ്ട്, അത് UP-ക്കാരനുണ്ട്, അത് രാജസ്ഥാനിക്കുണ്ട്, അത് പഞ്ചാബിക്കുണ്ട്, അത് ഗുജറാത്തിക്കുണ്ട്. അത് കേരളത്തിലുള്ളവന് മലയാളി എന്ന് പറയുന്ന ആ ഒരു സ്വത്വബോധം നമുക്ക് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ പണ്ടേ അങ്ങനെയാണല്ലോ, സായിപ്പിന് പച്ചപ്പരവതാനി വിരിച്ച് സായിപ്പിനെ സ്വാഗതം ചെയ്തവരാണ് നമ്മൾ, അല്ലേ? ഇന്ത്യ വിഭജനത്തിന് കാരണമായ മുസ്ലിം ലീഗിന് വലിയ സമ്മതി നേടിക്കൊടുത്ത ഒരു കൂട്ടരാണ് മലയാളികൾ. രാജ്യം മുഴുവനും അടിയന്തരാവസ്ഥയ്ക്കെതിരെ വോട്ട് ചെയ്തപ്പോൾ അടിയന്തരാവസ്ഥയെ അനുകൂലിച്ച് വോട്ട് ചെയ്ത് ഇന്ദിരാഗാന്ധിക്ക് MP-മാരെ സമ്മാനിച്ച ഒരു സംസ്ഥാനമാണ് കേരളം, അല്ലേ? കോൺഗ്രസ് MP-മാരെ വിജയിപ്പിച്ചു കൊടുത്തത് നമ്മളാണ്. അപ്പോൾ ഇങ്ങനെ രാജ്യം എങ്ങനെ പോകുന്നോ അതിന് നേരെ തിരിഞ്ഞു സഞ്ചരിക്കുന്ന ദേശീയ നേതൃത്വത്തിന് തന്നെ തലവേദന ആയിരിക്കുകയാണല്ലേ കേരളം. തീർച്ചയായിട്ടും ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയവും BJP ദേശീയ തലത്തിൽ വലിയ രീതിയിൽ ചർച്ചയാക്കിയിട്ടുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാത്രമല്ല, ഇപ്പോൾ കേരളത്തിൽ പശുക്കുട്ടി അറുത്ത റിജിൽ മാക്കുറ്റി, അതും വലിയ രീതിയിൽ BJPക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അത് വലിയ ചർച്ചയാക്കാൻ പറ്റി. ഈ രാഹുൽ ഗാന്ധിയും കൂട്ടരും വലിയ പ്രതിരോധത്തിലായിപ്പോയി ആ സംഭവത്തിൽ. ഇങ്ങനെ നിരന്തരം ഈ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾക്ക് തലവേദന നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനവും
ഒരു നേതാക്കളുള്ള ഒരു സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് പിന്നെ അവർക്ക് വിമർശിക്കാൻ കഴിയില്ല. അതായിരിക്കും ഇവരുടെ ധൈര്യം. രാഹുൽ ഗാന്ധിക്കും സഹോദരിക്കും ഒന്ന് വിജയിച്ചു കയറണമെങ്കിൽ അതെ, കേരളത്തിൽ മത്സരിച്ചേ പറ്റുള്ളൂ. വയനാട് അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെങ്കിൽ റായ്ബറേലിയുടെ രക്ഷപ്പെടണം. അവിടെ BJP ഇപ്പോഴേ പണി തുടങ്ങിയെന്നേ. റായ്ബറേലി അമേഠിയിൽ എങ്ങനെയാണ് ഇവർക്ക് ജയിക്കാൻ സാധിച്ചതെന്ന് നമുക്കറിയാം. വ്യാജ പ്രചാരണങ്ങളിലൂടെ സ്ത്രീകൾക്ക് മാസം 8,000 രൂപ പെൻഷൻ കൊടുക്കും, വർഷം ഇത്ര രൂപ കൊടുക്കും, സാരി കൊടുക്കും, അത് കൊടുക്കും, ഇത് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഫ്രീ ഗ്യാസ്, ഈ കുക്കിംഗ് ഗ്യാസ് ഫ്രീ ആയിട്ട് കൊടുക്കുമെന്ന് വരെ, മാസത്തിൽ ഇത്ര കുക്കിംഗ് ഗ്യാസ് ഫ്രീ അല്ല വർഷത്തിൽ ഇത്ര കുക്കിംഗ് ഗ്യാസ് ഫ്രീ ആയിട്ട് കൊടുക്കുമെന്ന് വരെ രാഹുൽ ഗാന്ധി അവിടെ പ്രചാരണം നടത്തി കളഞ്ഞു. ഇങ്ങനെ വ്യാപകമായിട്ട് വ്യാജ വാഗ്ദാനങ്ങൾ, കപട വാഗ്ദാനങ്ങൾ നൽകി പ്രകടന പത്രികയിലൂടെ ജനങ്ങളെ സ്വാധീനിച്ചാണ് വോട്ട് നേടിയത് അവിടെ. അങ്ങനെയാണ് അവിടെ BJPക്ക് ഒരു തിരിച്ചടി ഉണ്ടായത്. പക്ഷെ അത് മറികടക്കാൻ ഇപ്പോൾ കർണാടകയിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഫ്രീ ബീസ് കൊടുത്തിട്ട് എന്താണ് സൗജന്യം കൊടുത്ത് കർണാടക സർക്കാർ കുത്തുവാളയെടുത്ത് എന്താ പറയുക തെണ്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുകയല്ലേ. അത് UP യിലും ഒക്കെ സംഭവിക്കുമായിരുന്നു. പക്ഷെ അവിടെ എന്തോ പൂർണ്ണമായിട്ടും അത് വിജയിച്ചില്ല. BJP ഇനി അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും. BJPക്ക് അതിനെ മറികടക്കാനുള്ള സ്ട്രാറ്റജി കയ്യിലുണ്ട്. അത് അവർ ചെയ്തോളും, നമുക്ക് അറിയില്ല. അതൊക്കെ ഞാൻ പറയുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാണിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടണം. അത് BJP ആയാലും കോൺഗ്രസ് ആയാലും CPM ആയാലും ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിന് പകരം കപട വാഗ്ദാനങ്ങൾ നൽകിയല്ല വോട്ട് പിടിച്ചെടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന അവരുടെ ഒരു എന്താ പറയുക പിണിയാളല്ലേ ഈ VT ബൽറാമും. അയാളിൽ നിന്നും അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. പക്ഷെ ഇത് ബീഹാറിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കും, അത് തീർച്ചയാണ്. കാരണം ബീഹാറികളുടെ ഇപ്പോൾ ഏറ്റവും അവസാനം തേജസ്വി യാദവ് തന്നെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസ് മാപ്പ് പറയണം, ഈ VT ബൽറാമിനെ പുറത്താക്കണമെന്നൊക്കെയാണ് RJDയുടെ ആവശ്യം. എന്നാൽ അവിടെ ബീഹാറികളുടെ സ്വത്വത്തെ ചോദ്യം ചെയ്താൽ ഒറ്റയടിക്ക് മലവെള്ളം ഒഴുകി വരുന്നത് പോലെ വോട്ട് BJPയിലേക്ക് ഒഴുകി വരും. അതാണ് ബീഹാറിയുടെ സ്വഭാവം അതാണ്. അതൊന്നും വിട്ട് കളിക്കില്ല. അവരതൊന്നും ഒരിടത്തും അടിയറ വയ്ക്കില്ല. അത് ഈ കേരളത്തിലെ ഇട്ടാവട്ടത്ത് കിടക്കുന്ന ഈ വലിയ എന്താ പറയുക പൗഡറും പൂശി നടക്കുന്ന കുട്ടപ്പന്മാരുണ്ടല്ലോ കോൺഗ്രസ്സിലെ, വെള്ളയും ഇട്ട് ആളെ പറ്റിക്കുന്ന, അവർക്കൊന്നും അത് മനസ്സിലായിട്ടില്ല. ഇവിടുത്തെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇവരാരും മോശക്കാരല്ല. ഇവർക്കൊന്നും ഇന്ത്യൻ സ്വത്വത്തോട്, ഭാരതീയ പാരമ്പര്യത്തോട്, ഭാരതീയ സംസ്കാരത്തോട്, സനാതന ധർമ്മത്തോടൊക്കെയുള്ള ഇവരുടെ എല്ലാം മനോഭാവം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ പ്രതിഫലനമാണ് ഇതൊക്കെ. അവർക്ക് അങ്ങനെ ബീഹാറിയെയും രാജസ്ഥാനിയെയും ഗുജറാത്തിയെയും ഒക്കെ അപമാനിക്കാൻ ഇവർക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട. മുൻപിൻ ചിന്ത കൂടാതെ അവരെന്തും വിളിച്ചു പറയും. പക്ഷേ അവിടെ അത് കോൺഗ്രസ്സിന് ഉണ്ടാക്കുന്ന പരിക്ക് വളരെ വലുതാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഒരുപാട് പേരോട് സമാധാനം പറയേണ്ടി വരും. നമുക്കറിയാം ബീഹാറിൽ RJDയുടെ തണലില്ലെങ്കിൽ കോൺഗ്രസ് ഉപ്പുവെച്ച കലം പോലെയാണെന്നുള്ളത് വ്യക്തമാണ്. അവിടെ കോൺഗ്രസ്സിന് കേഡറില്ല, പാർട്ടിയില്ല, സംഘടനയില്ല, പ്രവർത്തകരില്ല, അണികളില്ല, നേതാക്കളില്ല, ഒന്നും തന്നെയില്ല. അവിടെ കോൺഗ്രസ് എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്? RJDയുടെ പച്ചയിൽ അവിടെ പിടിച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. ഈ RJD കോൺഗ്രസിനെ കൈയൊഴിഞ്ഞാൽ ബീഹാറിൽ കോൺഗ്രസ് വട്ടപൂജ്യമാണ്. നമുക്കറിയാം RJDയുടെ സഹായമില്ലാതെ മത്സരിച്ചപ്പോൾ ഈ 234 മറ്റോ സീറ്റുകളാണ് ആകെ ഉള്ളത്, അതോ 243. ഇതിൽ ജയിച്ചത് 4 സീറ്റുകളിലാണ് കോൺഗ്രസ് ജയിച്ചത് ഒരു കാലത്ത്. നമുക്കറിയാം പണ്ട് നെഹ്റുവിൻ്റെ കാലത്ത് ബീഹാർ ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അന്ന് മുതൽ അഴിമതിയല്ലാതെ യാതൊന്നും അവിടെ നടത്തിയിട്ടില്ല. ജംഗിൾ രാജായിരുന്നു. ഇപ്പോൾ NDA വന്നതിന് ശേഷമാണ് കഴിഞ്ഞ 10-20 വർഷമായിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ അത് സമർത്ഥമായിട്ട് ഈ കോൺഗ്രസിൻ്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ച് ഇപ്പോൾ ബീഹാറികളെ അപമാനിച്ചു എന്നുള്ള പ്രചാരണം വളരെ കൃത്യമായിട്ട് നടത്തിക്കൊണ്ട് BJP മുന്നോട്ട് പോവുകയാണ്. അത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും RJDക്കും വലിയ തിരിച്ചടി നൽകുമെന്ന് തീർച്ചയാണ്. ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, VT ബൽറാം ചെയ്ത അബദ്ധം അല്ലെങ്കിൽ ചെയ്ത തെറ്റ് വളരെ വലുതാണ്.